ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൂരജ് എന്നാണ്. വാഹിനി ഗ്രീൻ ടെക്നോളജീസിന്റെ ഡയറക്ടറാണ്. വാഹിനി ഗ്രീൻ ടെക്നോളജീസും ഐസിഫോഴ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ERP വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ നമ്മുടെ ഒരു കോവിഡ് സമയമാണ്. നമ്മൾ ഓരോരുത്തരും എന്റർപ്രൈസ് നടത്തുന്ന ഓരോരുത്തരുടെയും ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഈ സമയത്ത് പിടിച്ചു നിൽക്കുക, നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെലവുകൾ അത് പരമാവധി നിയന്ത്രിച്ച് നമ്മുടെ കിട്ടുന്ന വരുമാനങ്ങൾ അത് പരമാവധി നിലനിർത്തി മെച്ചപ്പെട്ട ഒരു എന്താ പറയാ നമ്മുടെ ഒരു റവന്യൂ സ്ട്രീം മെച്ചപ്പെടുത്തി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ നമ്മുടെ ഒരു ചെലവുകൾ ഒപ്റ്റിമൈസ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് ഇനി അടുത്ത കാലത്തേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മാക്സിമം ടെക്നോളജിയുടെ, പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിന്റെ സപ്പോർട്ട് നമ്മൾ മാക്സിമം ആയിട്ട് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാം, നമ്മുടെ ഒരു ടാക്സി മാർക്കറ്റ്, ഊബർ, ഓല പോലുള്ള സാധനങ്ങൾ വന്നപ്പോൾ എങ്ങനെ മാറി, ഫുഡ് മാർക്കറ്റ്, സ്വിഗ്ഗി, സൊമാറ്റോ പോലെ സാധനങ്ങൾ വന്നപ്പോൾ എങ്ങനെ മാറി. അതേപോലെ നമ്മുടെ എന്റർപ്രൈസസിന്റെ ഉള്ളില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇൻഫർമേഷൻ കോർഡിനേഷൻ, മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ നന്നായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് എന്ന് പറയുന്നത് എന്റർപ്രൈസ് ഓട്ടോമേഷൻ ആണ്. എന്റർപ്രൈസ് ഓപ്പറേഷൻ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ബിസിനസ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഹോം ഓട്ടോമേഷൻ പോലെ കുറെ ഡിവൈസസിന്റെ ഓപ്പറേഷൻസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ എന്റർപ്രൈസ് ഓട്ടോമേഷൻ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഈ ടെക്നോളജിയുടെ സഹായത്തോടെ, പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം. നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, വാട്സപ്പ് ബിസിനസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ ഓട്ടോമേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും, സെയിൽസ്, പർച്ചേസ്, കസ്റ്റമർ റിലേഷൻസ്, കംപ്ലൈൻസ്, കംപ്ലൈന്റ് ട്രാക്കിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ നമ്മളെ എന്റർപ്രൈസസിന്റെ എല്ലാ റിസോഴ്സസിനെയും കോർഡിനേറ്റ് ചെയ്ത് ഓപ്പറേഷൻസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ERP എന്ന് പറയുന്ന എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ സെറ്റപ്പാണ്. നമുക്ക് പ്രൊപ്രൈറ്ററി ടൂൾസ് ഉണ്ട്, നമുക്ക് ഫ്രീ സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്, നമുക്ക് പലതരം ടൂളുകൾ നമ്മുടെ ഈ ERP സെഗ്മെന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടില് എന്റർപ്രൈസ് ഡിജിറ്റൈസ് ചെയ്യുക, IT എനേബിൾ ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഓഫീസ് ടൂളിനെ കുറിച്ച് മാത്രമേ നാട്ടുകാർക്ക്, മിക്ക എന്റർപ്രൈസസിനും നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ERP എന്ന് പറഞ്ഞിട്ട് എന്റർപ്രൈസസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ സെഗ്മെന്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഫ്രീ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ടൂൾസ് അവൈലബിൾ ആണ്, അറ്റ് ദ സെയിം ടൈം പ്രൊപ്രൈറ്ററി ടൂളുകൾ അവൈലബിൾ ആണ്. അപ്പം ഇത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ERP സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ്, അതിൽ നമ്മുടെ ഓട്ടോമേഷൻ നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. നമ്മുടെ വെബിനാറിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പ്രോഗ്രാമിന്റെ ബാക്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, ഈ പ്രോഗ്രാം ഹെഡ് ചെയ്യുന്നതും ഐസിഫോഴ്സ് ആണ്. അപ്പം ഈ വെബിനാറിന്റെ പശ്ചാത്തലവും ഐസിഫോഴ്സിനെ കുറിച്ച്, ഐസിഫോഴ്സ് നമ്മുടെ ഗവൺമെന്റിന്റെ ഫ്രീ സോഫ്റ്റ്വെയർ ആക്ടിവിറ്റീസിന്റെ എല്ലാം ഹെഡ് ചെയ്യുന്ന ഐസിഫോഴ്സ് ആണ്. അപ്പൊ ഐസിഫോഴ്സിനെ കുറിച്ചും ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടും ERP ഒരു കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രീനി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീനി സാർ ഐസിഫോഴ്സിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ ആണ്. അപ്പോൾ ഞാൻ മൈക്ക് ശ്രീനി സാറിന് കൈമാറാണ്. ശ്രീനി സാർ. താങ്ക് യു സൂരജ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഹാർട്ടി വെൽക്കം ടു ഓൾ ദ പാർട്ടിസിപ്പൻസ്. എല്ലാവരും ഇവിടെ വന്നെത്തിയതിൽ വളരെ സന്തോഷം. ഐസിഫോഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ITയുടെ കീഴിൽ ഓട്ടോണമസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. 2010 ഗവൺമെന്റ് ഓഫ് കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത ഒരു സ്ഥാപനമാണ് ഐസിഫോഴ്സ്. അപ്പം ഇതില് ഐസിഫോഴ്സിന്റെ പേര് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ളതിന്റെ ചുരുക്കം ആണ് ഈ ഐസിഫോഴ്സ്. അപ്പൊ അത് സ്വതന്ത്രമായിട്ടുള്ള സോഫ്റ്റ്വെയർ. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഈ പാർട്ടിസിപ്പൻസിന്റെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നമ്മുടെ ടീം മെമ്പേഴ്സ് പറയുന്നുണ്ടാവും. അതായത്
സോഫ്റ്റ്വെയർ നമുക്ക് പലതരത്തിൽ, ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഇല്ലാതെ ഇപ്പം തൂണിലും തുരുമ്പിലും സോഫ്റ്റ്വെയർ ഉള്ള ഒരു കാലമാണ്. നമ്മളിപ്പം ഇത് പറയുന്ന പോലെ എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാം ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എല്ലാം അങ്ങനെ വരയ്ക്കുന്നതിൽ സോഫ്റ്റ്വെയറിന് ഒരു പ്രധാന റോള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പൊ ആ കിട്ടുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അതിനെ തുടർന്ന് ഉപയോഗിക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്താനും അല്ലെങ്കിൽ നമ്മുടെ രീതിയിലേക്ക് അതിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഫ്രീഡം ആണ് ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ മേഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത് നമുക്ക് വെറുതെ കിട്ടുന്നു എന്നുള്ളതിന്റെ ആസ്പെക്ട് അല്ല അതിൽ കൂടുതലുള്ളത്. നമുക്ക് ആ ഫ്രീഡം ഉണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും ആ ഫ്രീഡത്തിന്റെ ഭാഗമായിട്ട് ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുമാണ്. അപ്പൊ അങ്ങനെ, പക്ഷെ ആരാണ് ഇതിന്റെ പിന്നിൽ? ഒരുപാട് ഗ്ലോബൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സോഫ്റ്റ്വെയറിന്റെ എക്സ്പെർട്ടൈസ് ഉള്ളവർ തീർച്ചയായിട്ടും ആ സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചാർജിങ് ഉണ്ടാവും, അങ്ങനെയുള്ള. അപ്പൊ ആ ഒരു മേഖലയാണ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ സോഫ്റ്റ്വെയർ എന്നോ അല്ലെങ്കിൽ ഓപ്പൺ സോഫ്റ്റ്വെയർ എന്നോ ഒക്കെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെയും അങ്ങനെയുള്ള നോളജിനെയും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, നമ്മുടെ കേരളത്തിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും ഒക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്ഥാപനമാണ്. അതിനുവേണ്ടി ഗവൺമെന്റ് ഓഫ് കേരള 2010 സ്ഥാപിച്ച സ്ഥാപനമാണ്. ആദ്യകാലങ്ങളിൽ ശരിക്കും ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഏകദേശം എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്ന, എല്ലാ മനുഷ്യരും തന്നെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഒരു വലിയ പങ്ക്, 70% 80% ഒക്കെ പറയാവുന്ന പങ്ക് ഇന്ന് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പലപ്പോഴും അതിനെ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആ ഭാഗം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇന്ന് സോഫ്റ്റ്വെയർ എന്നുള്ള ഇതിന്റെ തന്നെ ഒരു ഭാഗം, അത് തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അപ്പം ഇന്ന് ഐസിഫോഴ്സ് പ്രവർത്തിക്കുന്നത് ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും എല്ലാം എങ്ങനെ നമ്മുടെ സമൂഹത്തിന് എത്രയും ഉപയോഗപ്രദമായ രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഇ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഇവിടെ ഐസിഫോഴ്സിനകത്ത് ഡെവലപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുകയരുത്. ഇത് പലയിടത്തായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല രാജ്യങ്ങളിൽ പല മേഖലകളിൽ നിന്നിട്ടുള്ളവര് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ, അത് എല്ലാവർക്കും ചിലപ്പോൾ അതിനെപ്പറ്റി അറിവുണ്ടാവണം എന്നില്ല. അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രധാന ജോലി. അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ ഒന്നാമത് മറ്റുള്ളവർക്ക് പറ്റുന്ന, ഇപ്പൊ SME സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മേഖല, ടോട്ടൽ എക്കോസിസ്റ്റം ഫോർ ഓപ്പൺ സോഴ്സ്, അതാണ് ഐസിഫോഴ്സിന്റെ അജണ്ട. അപ്പൊ അതില് നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, നമ്മൾ കുറെ ഡെവലപ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ERP-യിലാണെങ്കിലും മറ്റു മേഖലകളിലാണെങ്കിലും കിട്ടുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിനെ ഇപ്പം മലയാളം എത്രമാത്രം അതിൽ ഉപയോഗിക്കാൻ പറ്റും, അതിനു വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടാകാം. അങ്ങനെയുള്ള കുറെ R&D എന്ന് പറയാവുന്ന പാർട്ട് നമ്മൾ കുറച്ച് ചെയ്യുന്നുണ്ട്. ഹാർഡ്വെയറിലും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഹാർഡ്വെയർ ഇല്ലാത്ത കാര്യങ്ങൾ വളരെ കുറവാണ്. നമുക്കിപ്പം നേരത്തെ സൂരജ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ മേഖലകളിലും ഡേറ്റ കിട്ടുക, ആ ഡേറ്റ വെച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ. അപ്പൊ ഹാർഡ്വെയർ റിലേറ്റഡ് ആക്ടിവിറ്റീസും ഓപ്പൺ ഹാർഡ്വെയർ എന്നുള്ളതും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു മേഖലയാണ് 2 വർഷം മുമ്പ് ഞങ്ങൾ അതിലോട്ട് കുറച്ചും കൂടെ അതായത് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതിനും, അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഇൻക്യുബേഷൻ പ്രവർത്തികൾ ഞങ്ങൾ 2 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് വാഹിനി പോലുള്ള കമ്പനികൾ ഞങ്ങളോട് ഒത്തുചേരുകയും അവര് പല കമ്പനികൾ, അങ്ങനെയുള്ള പല മേഖലകളിലുള്ളവര് നമ്മുടെ ഇൻക്യുബേറ്റർ സ്പേസിൽ അവർ വരികയും
അവരും ഐസിഫോഴ്സും ഒരുമിച്ച്, കാരണം ഇപ്പൊ നമുക്കിപ്പോ ഒരു സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡൊമൈനില്, ഹെൽത്തിലാണ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗിലാണ് ഒരു സോഫ്റ്റ്വെയർ എടുത്ത് അതിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഐസിഫോഴ്സിന് നടത്താനോ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനോ കഴിഞ്ഞെന്ന് വരത്തില്ല. അതിന് വേണ്ടുന്ന ആളുകളെ കംപ്ലീറ്റ് ആയിട്ട് ഐസിഫോഴ്സിന് ഒരുക്കി എടുക്കാനും പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കമ്പനികളെ, ഈ ഫോഴ്സ് ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ഇതിലാണ് ഇൻക്യുബേറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും അതിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. വാഹിനി അവരുടെ ഒരു ERP സോഫ്റ്റ്വെയർ, വൺ ഓഫ് ദ ബെസ്റ്റ് ERP സോഫ്റ്റ്വെയർ, അതും ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളത്, അതും ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, ഇന്ത്യയിലെ ഡെവലപ്പേഴ്സ് ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ, അവരത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളും അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഞങ്ങൾ അതിന്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു വെബിനാർ സംയുക്തമായി സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. വാഹിനിയെ ഞാൻ ഈ കാര്യത്തിൽ, വാഹിനിയും സൂരജിനെയും അവിടെ രാഖിൻ, അങ്ങനെ ഒരുപാട് പേര് അതിന്റെ പിന്നിലുണ്ട്. അവരെ എല്ലാം ഞാൻ ഇത് വളരെയധികം സന്തോഷം അറിയിക്കുന്നു ഈ കാര്യത്തിൽ അവരെ ഏറ്റെടുത്തതിന്. തുടർന്നും ഞങ്ങൾ ഇങ്ങനെ പല മേഖലകളിലും ഐസിഫോഴ്സ് വാഹിനിയെ പോലുള്ള മറ്റ് കമ്പനികളുമായിട്ട് ചേർന്ന് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് നിങ്ങളുടെ കൂട്ടായ്മയിലേക്കും നിങ്ങളുടെ മറ്റ് മേഖലകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കമ്മ്യൂണിറ്റിയുടെയും ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നതിനാണ്. അതിന് വേറെ ഞങ്ങൾ പ്രത്യേകം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ നിങ്ങളെയും അറിയിക്കുന്നതാണ്. ഇതാണ് ഐസിഫോഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇത് ഐസിഫോഴ്സിനെ പറ്റി മാത്രം പറയാനുള്ള ഒരു വേദിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാക്കി ERP എന്നുള്ളതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയട്ടെ. മറ്റ് സംശയങ്ങളും ഇതെല്ലാം ദൂരീകരിക്കാനുള്ള ആളുകളെല്ലാം വാഹിനിയുടെ കയ്യിലുണ്ട്. അവർക്ക് നല്ലൊരു സർവീസ് തരാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അവരുമായിട്ട് വർക്ക് ചെയ്തതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഓവർ ടു സൂരജ്. സൂരജ് മ്യൂട്ടഡ് ആണോ? സൂരജ് ഇപ്പൊ കേൾക്കാവോ? സോറി ഞാനത് മ്യൂട്ട് ചെയ്ത് പോയതാണ്. ഓക്കെ, ശ്രീനി സാർ പറഞ്ഞ കാര്യങ്ങള് താങ്ക് യു ശ്രീനി സാർ. ഞാൻ സാറ് പറഞ്ഞതിനോട് കുറച്ചുകൂടെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ്. ഐസിഫോഴ്സായിട്ട് നമ്മളൊരു ബന്ധം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഞങ്ങള് എല്ലാവരും തന്നെ നമ്മളൊരു 2009 ആ ഒരു സമയം തൊട്ട് ഐസിഫോഴ്സായിട്ട് കണക്റ്റഡ് ആണ്. ഐസിഫോഴ്സായിട്ട് ചേർന്ന് നമ്മുടെ കേരള നിയമസഭയുടെ ഒരു ലിനക്സ് മൈഗ്രേഷന്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. 2017 സെക്രട്ടേറിയറ്റിലെ ഒരു ഓപ്പറേഷൻ ഡോക്യുമെന്റേഷൻ നമ്മുടെ ഭാഗമായിട്ട് ഐസിഫോഴ്സായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോ റീസെന്റ് ആയിട്ട് നമ്മളിപ്പോ ഐസിഫോഴ്സിന്റെ ഇൻക്യുബേഷനിലും വന്നിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഈ വെബിനാറിൽ നമ്മൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെ വിഷയങ്ങളാണെന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ടും എന്താണ് ERP, എന്താണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം. അത് നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ ഉൾക്കൊള്ളിക്കാം, അത് നമ്മുടെ ഓപ്പറേഷൻസിനെ എങ്ങനെ സഹായിക്കും, അതുപോലെ വിപണിയിൽ വരുന്ന പ്രധാനപ്പെട്ട ERPകൾ ഏതൊക്കെയാണ്, അതിൽ നമ്മൾ ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഈ പരിപാടിയുടെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ വെബിനാറിലേക്ക് കടക്കുന്നതിന് മുന്നേ ഐസിഫോഴ്സിന്റെ ടെക്നിക്കൽ കോർഡിനേറ്റർ അഞ്ജലി നമ്മുടെ കൂടെ ഉണ്ട്. ഒരു ആശംസകൾ അറിയിക്കാൻ വേണ്ടി അഞ്ജലിയെ ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു സൂരജ്. കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നുണ്ട്. ഓക്കെ, സാറും സൂരജും കുറെ അധികം കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഐസിഫോഴ്സിന്റെ സ്വതന്ത്ര ഇൻക്യുബേറ്റർ 2019 നമ്മൾ സ്പോർട്സ് ഹബിൽ ഒരു ഏരിയയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കൊരു 11ഓളം കമ്പനികൾ വരെ വന്നിരുന്നു. ഫ്രീ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയറിൽ പ്രവർത്തിക്കുന്ന, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റാർട്ടപ്പുകളാണ് എല്ലാം.
അതിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്ത ടീമാണ് വാഹിനി ഗ്രീൻ ടെക്നോളജീസ്. പക്ഷേ ഇതിന്റെ മുൻനിരയിൽ ഈ കമ്പനിയെ നയിക്കുന്ന എല്ലാവരും തന്നെ ഫ്രീ സോഫ്റ്റ്വെയർ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന, അതിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, ഇൻഫാക്ട് സൂരജ് പറഞ്ഞതുപോലെ ഐസിഫോസുമായിട്ട് ചേർന്ന് പല പരിപാടികളിലും നമ്മുടെ പല ഇനിഷ്യേറ്റീവുകളിലും കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. സോ അവരൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ഐസിഫോസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാനും അവരുടെ എക്സ്പെർട്ടൈസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു മണിക്കൂർ ഈ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ഒരു നല്ല നോളജബിൾ സെഷനായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓപ്പൺ ERPയുടെ സാധ്യതകളും പ്രയോജനങ്ങളും എല്ലാം തന്നെ ഇന്നത്തെ ഡിസ്കഷനിൽ വരുന്നുണ്ട്. സോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ സെഷൻ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം വാഹിനി. താങ്ക് യു സോ മച്ച്. താങ്ക് യു അഞ്ജലി. അപ്പൊ നമ്മൾ നമ്മുടെ വെബിനാറിലേക്ക് കടക്കുകയാണ്. രാഖിനും സൗമ്യശീലനുമാണ് നമുക്ക് ഈ വർക്ക്ഷോപ്പ് ഹെഡ് ചെയ്യുന്നത്. അതില് സൗമ്യശീലനാണ് നമ്മുടെ മെയിൻ പ്രസന്റേഷൻ നയിക്കുന്നത്. ഏകദേശം 12 വർഷത്തിലധികം ഈ ERP എന്ന് പറയുന്ന സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് സൗമ്യശീലൻ. തുടക്കത്തിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളിലാണ് വർക്ക് ചെയ്തതെങ്കിലും പിന്നീട് പൂർണ്ണമായിട്ടും ഫ്രീ സോഫ്റ്റ്വെയർ ഡൊമൈനിലേക്ക് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ERP നെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഫംഗ്ഷണൽ ഇംപ്ലിമെന്റേഷൻ കൺസൾട്ടന്റ് ആയിട്ട് 6 വർഷത്തിലധികം വർക്ക് ചെയ്തിട്ടുണ്ട്. 120-ൽ പരം ഇംപ്ലിമെന്റേഷൻസ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിലും മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലും ഒരുപാട് ഇംപ്ലിമെന്റേഷൻസ് സൗമ്യം ചെയ്തിട്ടുണ്ട്. ആസ് എ കമ്പനി വാഹിനി ഗ്രീൻ ടെക്നോളജീസ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ടൂളുകൾക്കാണ്. അത് ആളുകളുടെ ഫ്രീഡം, എസ്പെഷ്യലി ഒരു എന്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ്വെയറിൽ വരുന്ന വെണ്ടർ ലോക്കിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പ്രൊപ്രൈറ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. അതുകൊണ്ട് ആസ് എ പോളിസി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റേഷൻ പുഷ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പം ഈ ഒരു വെബിനാറിൽ നമുക്ക് സൗമ്യശീലനും അതുപോലെ രാഗിൻ ഒരു 10 വർഷത്തിലധികമായിട്ട് സെയിൽസ്, കസ്റ്റമർ റിലേഷൻസ്, ബിസിനസ് ഡെവലപ്മെന്റ് ഈ പറയുന്ന സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു എക്സ്പെർട്ടൈസ് നമുക്ക് ഈ വെബിനാർ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം പ്രസന്റേഷന് വേണ്ടിയിട്ട് സൗമ്യനെയും രാഗിനെയും ഞാൻ ഒരുപോലെ ക്ഷണിക്കുന്നു. താങ്ക് യു സൂരജ് ഫോർ ഇൻട്രൊഡ്യൂസിംഗ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വെബിനാറിലേക്ക് സ്വാഗതം. ഓൾറെഡി സൂരജ് നമ്മുടെ ഒരു ടോപ്പിക്സിന്റെ ഒരു ബ്രീഫ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ സെമിനാറിലേക്ക് ഈ വിഷയങ്ങളെ പ്രസന്റ് ചെയ്യുകയാണ്. പ്രധാനമായും ഈ ഒരു ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ERP സോഫ്റ്റ്വെയർ, ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളും ERP സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് ERP സോഫ്റ്റ്വെയറുകൾ അതിലെങ്കിൽ ERP സോഫ്റ്റ്വെയർ ബിസിനസ്സുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്, നിലവിൽ മാർക്കറ്റിലുള്ള ERP ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇതുകൂടാതെ മാർക്കറ്റിൽ നിലവിലുള്ള ഒരു ഓപ്പൺ സോഴ്സ് ERPയെ കൂടെ പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ERP സോഫ്റ്റ്വെയർ? ഒരു കമ്പനിയുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഓപ്പറേഷനുകളെ മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ERP. ഓരോരോ കമ്പനിയുടെയും ബിസിനസ്സിനനുസരിച്ച് അവർക്ക് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ഫിനാൻസ് ഉണ്ടാകും, സെയിൽസ്, പർച്ചേസ്, ഓപ്പറേഷൻ, പ്രൊഡക്ഷൻ. ഇവർക്കെല്ലാവർക്കും ഇൻഫർമേഷൻ പങ്കുവെക്കാനും അവരവരുടെ പ്രോസസ്സുകൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകുവാനാണ് ERP പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരു ERP ഉപയോഗിക്കുന്നതിലൂടെ ബിസിനസ്സിന് ആവശ്യമായ തീരുമാനങ്ങൾ കൃത്യസമയത്തെടുക്കാനും ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കാനും മാനേജ്മെന്റിന് അവർക്ക് ഏറ്റവും സുതാര്യമായ രീതിയിൽ കാര്യങ്ങൾ കാണാനും ബിസിനസ് വിപുലീകരിക്കുന്നതിന് ആവശ്യകരമായ സഹായകരമാവുന്ന റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനും ERP ഉപയോഗിക്കാം. ഏതൊക്കെ ബിസിനസ് സെഗ്മെന്റിലാണ് ERP ഉപയോഗിക്കുന്നത്? പ്രധാനമായും ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, മാനുഫാക്ചറിംഗ്, സർവീസസ്, ഹോസ്പിറ്റലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ നമുക്ക് ചുറ്റും കാണുന്ന ഏതൊരു ബിസിനസ്സിനും ERP ആവശ്യമുണ്ട്. ഓരോ ERPയിലും ഓരോ ബിസിനസ്സിനും ആവശ്യമായ മോഡ്യൂൾസ് ഉണ്ടാകുന്നതാണ്. ചില ERP സോഫ്റ്റ്വെയറുകൾ ഒരു പ്രത്യേക സെഗ്മെന്റിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് സെഗ്മെന്റിനെ മാത്രം ഫോക്കസ് ചെയ്തുണ്ടാക്കുമ്പോൾ ചിലത് ജനറലായി എല്ലാ മോഡ്യൂൾസ് ഉണ്ടാവുകയും കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഒരു ERP തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായും
നിങ്ങളുടെ ആവശ്യങ്ങൾ എത്രമാത്രം അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്, എന്താണ് ഒരു ERP സോഫ്റ്റ്വെയറും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഒരു ബിസിനസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ, അതായത് പ്രധാനമായും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെയിൽസ് പർച്ചേസ് ഇൻവോയ്സുകൾ ഉണ്ടാക്കാനും കമ്പനിയുടെ മറ്റു എക്സ്പെൻസുകൾ ബുക്ക് ചെയ്യാനും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ കൂടെ സാധിക്കും. അതുകൂടാതെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളായ റിസീവബിൾ, പേയബിൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ എല്ലാ റിപ്പോർട്ടുകളും തന്നെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വഴി ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കമ്പനിയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഉതകുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ERP സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് ആവശ്യമായ ട്രാൻസാക്ഷനുകൾ ചെയ്യാനും തങ്ങളുടെ തന്നെ അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യമായ റിപ്പോർട്ടുകൾ എടുക്കാനും അതുവഴി കമ്പനിയുടെ പ്രോസസ്സുകൾ ഒപ്റ്റിമൈസ് ചെയ്യാനും ഒരു ERP വഴി സാധിക്കും. ഇതുകൂടാതെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ജനറലായി ഉണ്ടാക്കിയവായിരിക്കും. ഏതൊരു ബിസിനസ്സിനും ഒരേ സോഫ്റ്റ്വെയറും ഒരേ റിപ്പോർട്ടുകളുമാണ് ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്. പക്ഷേ ERP അതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ്സിന് ആവശ്യമായ രീതിയിൽ ഓരോ കസ്റ്റമറുടെയും ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും അവർക്ക് ആവശ്യമായ റിപ്പോർട്ടുകൾ ഓരോ ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഓരോ മാനേജ്മെന്റും ആവശ്യപ്പെടുന്ന രീതിയിൽ അവർക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലും കൊടുക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ പല അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്ന പല കമ്പനികളും അതിന്റെ കൂടെ തന്നെ മറ്റു സോഫ്റ്റ്വെയറുകളും, അതിപ്പോൾ സെയിൽസിലാവാം, CRM-ലാവാം, സ്റ്റോറിലാവാം, HR-ലാവാം, അങ്ങനെ പല സോഫ്റ്റ്വെയറുകളും കൂടെ ഉപയോഗിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ എക്സൽ ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊക്കെ മാറ്റി ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ് ERP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും ഒരു ERP ഇംപ്ലിമെന്റേഷൻ വഴി കൂട്ടാൻ കഴിയും. നമ്മുടെ നാട്ടിൽ പ്രധാനമായും കാണുന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് ടാലി, ക്വിക്ക് ബുക്സ് അല്ലെങ്കിൽ വ്യാപാർ, ഇതൊക്കെയാണ്. ഇത് കൂടാതെ ലോക്കൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ്. ഇതല്ലാതെ ഒരു ERP എന്ന് പറയുന്നതിൽ പ്രധാനമായും മാർക്കറ്റിൽ ലഭ്യമായ ERP സോഫ്റ്റ്വെയറുകൾ ഈ പറയുന്നവയാണ്. സാപ്പ് ലഭ്യമാണ്, ഒറാക്കിൾ, ഡൈനാമിക്സ്, സേജ്, രാംകോ. ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക സിഗ്മെന്റിനെ, ഇപ്പൊ ഒരു HR സിഗ്മെന്റിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഈ രാംകോ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള ഒരു സോഫ്റ്റ്വെയർ, ഇതുപോലെ തന്നെ ERP നെക്സ്റ്റ്, ഒഡു, ചിലത് പ്രീമിയം സോഫ്റ്റ്വെയറുകളാണ്, ചിലത് MNC കമ്പനികളിൽ ഉപയോഗിക്കുന്നത് മുതൽ SME സെഗ്മെന്റിൽ വരെയുള്ള ERP-കൾ ഈ ലിസ്റ്റിലുണ്ട്. ഇതിൽ ചിലത് പ്രൊപ്രൈറ്ററി ആണ്, ചിലത് ഓപ്പൺ സോഴ്സ് ആണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി അടുത്ത സ്ലൈഡുകളിലേക്ക് വരാം. പക്ഷെ എങ്ങനെയാണ് ഒരു ERP നിങ്ങളുടെ ബിസിനസ്സിനെ സഹായിക്കുന്നത്? പ്രധാനമായും നിങ്ങളുടെ കസ്റ്റമറുമായി നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ERP വഴി സാധിക്കും. പ്രത്യേകിച്ച് ഫോളോ അപ്പുകൾ കൃത്യമായി ചെയ്യാനും ഓർഡറുകൾ മാനേജ് ചെയ്യാനും പറഞ്ഞ സമയത്ത് ഡെലിവറി നടത്താനും ERP വഴി സാധിക്കും. മാനുവലായി ചെയ്യുമ്പോഴുള്ള തെറ്റുകൾ, ഡിസ്പ്യൂട്ടുകൾ ഇതൊക്കെ കുറയും. മാനേജ്മെന്റിന് അവർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ള ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. പലപ്പോഴും മാനേജ്മെന്റ് ആശ്രയിക്കുന്നത് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ തരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. പലപ്പോഴും അത് മാത്രമാണ് ഇവർക്ക് ആക്സസ് ഉണ്ടാവുക. പക്ഷേ അത് മാറ്റി ഇവർക്ക് എവിടെയായിരുന്നാലും, ഇപ്പൊ ഒരു ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ, ഒരു ക്ലൗഡ് ബേസ്ഡ് ERP ആണെങ്കിൽ ഓഫീസിൽ വരാതെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇരുന്നും തങ്ങളുടെ ബിസിനസ്സിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഓപ്പറേഷനുകളിൽ കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരാനും അതുപോലെ തന്നെ അവർക്കുള്ള ടെൻഷനുകൾ, അതായത് ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഫ്ലോ, അങ്ങനെയുള്ള ടെൻഷനുകൾ ഒരുപാട് റിലീസ് ചെയ്യാൻ ഒരു ERP-ക്ക് കഴിയുമെന്നതാണ് ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയിപ്പോ ഒരു ബിസിനസ് സെഗ്മെന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ERP, ഇപ്പൊ ട്രേഡിംഗ്, മാനുഫാക്ചറിംഗ്, ഇപ്പോൾ ഇതിലൊരു മാനുഫാക്ചറിംഗ് സർവീസസ് നമ്മൾ മാത്രം നോക്കുകയാണെങ്കിൽ, ഒരു മാനുഫാക്ചറിംഗ് കമ്പനി നോക്കുമ്പോൾ അവർക്കൊരു പ്രൊഡക്റ്റ്, ഒരു ERP ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒരു റോ മെറ്റീരിയലിന്റെ അളവ്, അതിന്റെ പ്രൈസും അതൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ERP വഴി സാധിക്കും. ഫാസ്റ്റ് മൂവിംഗ് ഐറ്റംസ് ഏതാണ്, സ്ലോ മൂവിംഗ് ഐറ്റംസ് ഏതാണ്, ഓരോ ഐറ്റംസും എത്ര കാലമായി നമ്മുടെ സ്റ്റോറിലുണ്ട്, അതായത് ഒരു സ്റ്റോക്ക് ഏജിംഗ് റിപ്പോർട്ട്, ഇതൊക്കെ ഒരു ERP കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് കമ്പനി ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെന്ററി കോസ്റ്റിന് പുറമെ മാൻ പവർ കോസ്റ്റും അവർക്ക് ട്രാക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്.
അതുപോലെ തന്നെ പ്രൊജക്ട് പ്രോഗ്രസ് അറിയേണ്ട ആവശ്യമുണ്ടാകും. ഇതൊരു ടോട്ടൽ പ്രൊജക്ട് പ്രോഗ്രസ് ആകാം, അതല്ലെങ്കിൽ ഓരോ ടാസ്കിനെ റിലേറ്റ് ചെയ്താകാം. ഇതൊക്കെ തന്നെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ കൂടെ, അതായത് ഇപ്പോൾ ഡാഷ് ബോർഡ്സ്, കൻബാൻ ബോർഡ്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള റിപ്പോർട്ടിൽ കൂടി ERP അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് മൊത്തത്തിൽ അവരുടെ ഒരു ബിസിനസിന്റെ ഒരു കൃത്യമായ ഒരു വ്യൂ ഒരു ERP വഴി കിട്ടുന്നതാണ്. അടുത്തതായി വരുന്നത്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ERP നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്സസിബിലിറ്റി നോക്കുകയാണെങ്കിൽ, പ്രധാനമായ 2 ടൈപ്പ് ERP ആണ് മാർക്കറ്റിലുള്ളത്. ഒന്ന് ഓൺ പ്രമിസ് ഇൻസ്റ്റലേഷൻ ചെയ്യാവുന്നതും ക്ലൗഡ് സെർവറിൽ ചെയ്യാവുന്നതും. നമ്മൾ നേരത്തെ കണ്ട പ്രധാനപ്പെട്ട ERPകളിൽ പലതും തന്നെ ഈ ഓൺ പ്രമിസ് ചെയ്യാവുന്നതാണ്, ചിലത് ക്ലൗഡ് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്, ചിലത് 2 രീതിയിലും വർക്ക് ചെയ്യുന്നതാണ്. രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. എങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ബിസിനസ്സുകൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ക്ലൗഡ് സൊല്യൂഷനുകളാണ്. അതിന് കാരണം പ്രധാനമായും എവിടെ വെച്ചും എപ്പോഴും വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുമെന്നത് തന്നെയാണ്. കോവിഡ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം തുടങ്ങി ഓഫീസിൽ പോകാതെ തന്നെ ആളുകൾക്ക് കാര്യങ്ങൾ അറിയാനും മാനേജ് ചെയ്യാനും ക്ലൗഡ് സൊല്യൂഷനുകൾ വഴി കഴിയുന്നുണ്ട്. ഓൺ പ്രമിസ് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ ഒരു സെർവർ വാങ്ങി വെക്കേണ്ട ഒരു ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും ചിലവാണ്. എന്നാൽ ക്ലൗഡ് ആകുമ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്നത് വളരെ കുറവാണ്. കൂടാതെ ക്ലൗഡിൽ തന്നെ പല രീതിയിൽ സാസ് ബേസ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലൗഡ് എടുത്ത് അതിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു പ്രൊവിഷൻസ് ഉണ്ട്. വേറൊരു കാരണം പ്രധാനമായും ക്ലൗഡ് സൊല്യൂഷനിലേക്ക് പോകുന്നത് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ്. സാധാരണ ഒരു ഓൺ പ്രമിസ് ഇൻസ്റ്റലേഷൻ ചെയ്ത അല്ലെങ്കിൽ ഓൺ പ്രമിസ് സെർവറിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഒരു ആ കമ്പനിയുടെ ഉത്തരവാദിത്വം മാത്രമാണ് അവരുടെ ഡാറ്റ സെക്യൂരിറ്റി എന്നത്. പക്ഷേ ക്ലൗഡ് ആകുമ്പോൾ അതൊരു വെണ്ടറാണ് ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ ഹാക്കിംഗ് തുടങ്ങി പല സൈബർ ആക്രമണങ്ങളെയും സുഗമമായി പ്രതിരോധിക്കാൻ ക്ലൗഡ് സൊല്യൂഷനുകൾക്ക് കഴിയും. അതുപോലെ തന്നെ ഒരു ഓൺ പ്രമിസ് സെർവറുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പലപ്പോഴും ഒന്നെങ്കിൽ ഒരു ഇന്റേണൽ റിസോഴ്സിനെ വെക്കേണ്ടി വരും. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ നമ്മൾ ചുമതലപ്പെടുത്തേണ്ടി വരും. ഇതൊക്കെ കമ്പനികൾക്ക് ഒരു ഭീമമായ ചെലവ് തന്നെയാണ് വരുത്തി വെക്കുന്നത്. എവിടെയാണ് ക്ലൗഡ് സൊല്യൂഷന്റെ പ്രസക്തി വരുന്നത്? ക്ലൗഡ് സൊല്യൂഷന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് ആളുകൾ പറയുന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു പ്രധാന പ്രശ്നമായി കണക്കാക്കേണ്ടി വരുന്നില്ല എന്നതാണ് സത്യം. ഇതുകൂടാതെ പല ERP സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാൻ ക്ലൗഡ് സൊല്യൂഷനുകളെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അല്ലെങ്കിൽ VPN അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ്, റിമോട്ട് ഡെസ്ക്ടോപ്പ് മുതലായ ആപ്ലിക്കേഷനുകൾ നമ്മൾ പ്രത്യേകമായി അതിനുവേണ്ടി വാങ്ങേണ്ടി വരും. ഇതുകൂടാതെ ഈ ഒരു ക്ലൗഡ് ബേസ്ഡ് ഓൺ പ്രമിസ് എന്നുള്ള ഒരു വ്യത്യാസമല്ലാതെ വേറൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ് ഓപ്പൺ സോഴ്സ് വേണോ പ്രൊപ്രിയേറ്ററി സൊല്യൂഷൻ വേണമെന്നത്. ഇത് ഒരു ERP തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. പ്രൊപ്രിയേറ്ററി സൊല്യൂഷനുകൾ എന്ന് പറയുമ്പോൾ ഓരോ കമ്പനി ലൈസൻസിനും ഓരോ യൂസറിനും പ്രത്യേകം ഫീ കൊടുക്കേണ്ടി വരും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനിയും 5 യൂസറുമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാശ് കൊടുക്കുന്നത് ഈ ഒരു കമ്പനിക്കും 5 യൂസർ ലൈസൻസുമായിരിക്കും. പിന്നീട് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ കമ്പനി വളരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ ഈ സോഫ്റ്റ്വെയറിലേക്കുള്ള ആക്സസ് കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഒരു യൂസർ ഫീ ചാർജ് ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ കമ്പനി തുടങ്ങുകയാണെങ്കിൽ അതിന് വീണ്ടും ഒരു ലൈസൻസ് ഫീ കൊടുക്കേണ്ടി വരും. ഇത്രയൊക്കെ നിങ്ങൾ ഒരു ചെലവ് ചെയ്ത് അല്ലെങ്കിൽ കാശ് മുടക്കിയാലും ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളതാകില്ല. നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗിക്കുന്ന ആളുകൾ മാത്രമാണ്. ഇതിൽ നിന്നും മാറി നിങ്ങൾ വാങ്ങിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഉടമസ്ഥാവകാശം ഒരു ഓപ്പൺ സോഴ്സ് ERP നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളതൊരു ERP സോഫ്റ്റ്വെയർ നിങ്ങൾ ഓൺ പ്രമിസിലോ അല്ലെങ്കിൽ ഒരു ക്ലൗഡിലോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് അതിന് ആവശ്യമായ രീതിയിൽ മാറ്റാനും അത് കസ്റ്റമൈസ് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനും അത് സാധിക്കും. ഇതുകൂടാതെ നിങ്ങൾക്ക് ആവശ്യത്തിന് ആളുകളെ ഇതിലേക്ക് യൂസേഴ്സായി ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാനോ ഇതിനൊക്കെ സാധിക്കും. ഇതൊരിക്കലും നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ തരുന്ന ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഒരു കമ്പനിക്കോ നിങ്ങൾ ഒരു തുക പോലും നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരില്ല.
ഇതുകൂടാതെ നിങ്ങൾക്ക് ഇതൊരു മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സ്വന്തമായി ഒരു റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സർവീസായി ചെയ്തു കൊടുക്കുന്ന കമ്പനികളെ സമീപിക്കാനോ പറ്റും. മിക്ക എല്ലാ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളുടെയും സോഴ്സ് കോഡ് എന്നുള്ളത് പബ്ലിക്കായി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള സെക്യൂരിറ്റിയും നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതായത് സോഫ്റ്റ്വെയർ കമ്പനി നിങ്ങളുടെ ഇൻഫർമേഷൻ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി ഉറപ്പുവരുത്താൻ സാധിക്കും. ഇതുകൂടാതെ ഒരു ഓപ്പൺ സോഴ്സ് CRPകൾ ഹൈലി സ്കെയിലബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. അത് മാത്രമല്ല, ഒരു പ്രൊപ്രൈറ്ററി സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയ കമ്പനിയെ തന്നെയാണ് നിങ്ങൾക്ക് പലപ്പോഴും അതിന്റെ ഒരു സർവീസിനും സപ്പോർട്ടിനും വേണ്ടി സമീപിക്കുവരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പ്രൊപ്രൈറ്ററി സൊല്യൂഷൻ ഇല്ലാത്ത കാര്യമാണ്. ഒരു ഓപ്പൺ സോഴ്സ് CRP അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഇതിന്റെയൊക്കെ പുറകിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർവീസും സപ്പോർട്ടും ഉറപ്പുവരുത്താൻ പറ്റും. ഇതുകൂടാതെ വെണ്ടർ ലോക്കിംഗ് ഇല്ല എന്നുള്ളതും വേറൊരു പ്രത്യേകതയാണ്. അതായത് ഒരു കമ്പനിയെയോ അതിന്റെ ആളുകളെ ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ERP കൊണ്ടുനടക്കാൻ സാധിക്കും. ഇത് പലപ്പോഴും നിങ്ങളുടെ റിക്കറിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പലപ്പോഴും സോഫ്റ്റ്വെയർ കമ്പനികൾ ഒരു സോഫ്റ്റ്വെയർ ചെയ്തു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഈ റിക്കറിംഗ് കോസ്റ്റിൽ കൂടിയാണ് പലപ്പോഴും ഭീമമായ തുകയുണ്ടാക്കുന്നത്. അങ്ങനെ ഇവിടെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളാകുമ്പോൾ പലപ്പോഴും AMC എന്നത് മാൻഡേറ്ററി അല്ല. ഇപ്പോഴുള്ള ERP മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായും നിങ്ങൾക്ക് ERP നെക്സ്റ്റ്, ഒഡു, ഡോളിബാർ തുടങ്ങി ഒരുപാട് ഓപ്പൺ സോഴ്സ് ERP കാണാൻ സാധിക്കും. ഇതിൽ തന്നെ ചിലതിന് 2 വേർഷൻ ഉണ്ട്. അതായത് ഒരു എന്റർപ്രൈസ് വേർഷൻ ഉണ്ടാവും, കമ്മ്യൂണിറ്റി വേർഷൻ ഉണ്ടാവും. അപ്പൊ ഇതിൽ പൂർണ്ണമായും ഓപ്പൺ സോഴ്സിൽ വർക്ക് ചെയ്യുന്ന പബ്ലിക്കായി പൂർണ്ണമായും അതിന്റെ കോഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ERP നെക്സ്റ്റ് എന്ന ഓപ്പൺ സോഴ്സ് ERPനെ പറ്റിയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ERP നെക്സ്റ്റ് എന്നത് 2011 ബോംബെയിലുള്ള ഫ്രാപ്പെ എന്നൊരു കമ്പനിയാണ്, ഫ്രാപ്പെ ടെക്നോളജീസ് ആണ് ERP സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. പൂർണ്ണമായും ഇത് ഓപ്പൺ സോഴ്സ് ആയാണ് വർക്ക് ചെയ്യുന്നത്. ഗിറ്റ്ഹബിൽ ഇതിന്റെ കോഡ് ലഭ്യമാണ്. ERP നെക്സ്റ്റ് ഇന്ന് ഏകദേശം ഒരു 10 വർഷം കഴിയുമ്പോൾ ഏകദേശം 30,000-ൽ പരം കമ്പനികളിൽ 100-ൽ പരം രാജ്യങ്ങളിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 40 ഭാഷകളിൽ ഈ ഒരു ERP സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ഇതിന്റെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് പൈത്തൺ ആണ്, ബാക്ക് എൻഡ് MariaDB ആണ്. ഇതിലെ ERP നെക്സ്റ്റിൽ ഈ മുമ്പിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ട്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, മാനുഫാക്ചറിങ്, സർവീസസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റ്, ഇങ്ങനെയുള്ള പല ബിസിനസ്സിനെയും, ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകളെ ERP നെക്സ്റ്റ് അവിടെ ഈ ഒരു ബിസിനസ്സുകളിലേക്കൊക്കെ ERP നെക്സ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് കൂടാതെ ERP നെക്സ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ഇന്റഗ്രേഷൻസ് അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ ഒരു പേയ്മെന്റ് ഗേറ്റ് വേസ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് സൈറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഇന്റഗ്രേഷൻസ് ഉണ്ട്. ഇപ്പൊ വാഹിനി ഗ്രീൻ ടെക്നോളജീസ് എന്നുള്ളത് ERP നെക്സ്റ്റിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ പാർട്ണറാണ്. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഇപ്പോൾ ഇതിലൊരു BSNL ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ സെയിൽസിലുള്ളവർക്ക് ERPയിൽ നിന്ന് തന്നെ കോളുകൾ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലീഡോ അല്ലെങ്കിൽ സെയിൽസിന്റെ ആൾക്കാർ അവർ ലീഡും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ERPയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അവർക്ക് കോളുകൾ ചെയ്യാനും കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയും. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കോളുകൾ എല്ലാം തന്നെ എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും ഈ കോളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താനും ഒരു റെഫറൻസ് ആയും എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഏതൊരു തരത്തിലുള്ള ഇന്റഗ്രേഷൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ERP നെക്സ്റ്റ്. ഇതൊക്കെയാണ് ERP നെക്സ്റ്റിന്റെ പ്രധാന മോഡ്യൂൾസ് വരുന്നത്. ഒന്ന് CRM സെയിൽസ്. ഇത് പ്രധാനമായും സെയിൽസ് ടീമിനെ ഉദ്ദേശിച്ചാണ്. അവർക്ക് ലീഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ, കൊട്ടേഷൻസ്, അങ്ങനെയുള്ള, ഞാൻ സോഫ്റ്റ്വെയറിലേക്ക് പോകാം, അതിനു മുമ്പ് ജസ്റ്റ് ഒരു ബ്രീഫ് തരുന്നതാണ്. ഇതുപോലെ തന്നെ പർച്ചേസ് മോഡ്യൂൾ ഉണ്ട്, സ്റ്റോക്ക് മോഡ്യൂൾ, അക്കൗണ്ടിങ്, അസറ്റ് മോഡ്യൂളിലൊക്കെ ഒരുപാട് ERP വഴി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ സ്വന്തമായി വെഹിക്കിൾ ഉണ്ടെങ്കിൽ ഈ ഒരു അസറ്റുകൾക്കൊക്കെ തന്നെ ഒരു ഡിപ്രിഷിയേഷൻ ഉണ്ട്. അപ്പൊ നോർമലായി ആളുകൾ ഇയർ എൻഡിങ്ങിൽ ഒരു JV അല്ലെങ്കിൽ ഡിപ്രിഷിയേഷൻ എൻട്രി മാനുവലായിട്ട് പാസ്സാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ERP നെക്സ്റ്റിലൊക്കെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ
ഇപ്പോൾ മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഇയർലിയോ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഡെപ്രിഷിയേഷൻ എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഡിഫേർഡ് എക്സ്പെൻസ്, ഡിഫേർഡ് ഇൻകം, ഇങ്ങനെ ഒരുപാട് ഓട്ടോമേറ്റഡ് എൻട്രീസ് ERP നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ഇതുകൂടാതെ ക്വാളിറ്റി മൊഡ്യൂൾ ഉണ്ട്, പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് HR ആൻഡ് പേറോളിന്റെ കംപ്ലീറ്റ് മൊഡ്യൂൾ ഉണ്ട്. ഇതൊക്കെ തന്നെ ഓരോ രാജ്യത്തിന്റെയും അവരുടെ റൂളിനനുസരിച്ച് അല്ലെങ്കിൽ റീജിയണൽ റെഗുലൈസേഷൻ എന്നുള്ള രീതിയിൽ അവർ അത് ERP നെക്സ്റ്റിൽ ചെയ്തിട്ടുണ്ട്. റീസെന്റ് ആയി കഴിഞ്ഞൊരു 2 വീക്സ് മുന്നേ ചെയ്തൊരു കാര്യമാണ് സൗദിയിൽ ചെയ്തൊരു ഇൻവോയ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നിങ്ങളൊരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ ഇപ്പൊ ഒരു പുതിയൊരു റൂള് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ HR ഒരു പുതിയ റൂള് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഈ സോഫ്റ്റ്വെയർ മാറ്റേണ്ടി വരില്ല. അതിൽ വരുന്ന റൂളുകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വേറൊരു പ്രത്യേകം പൈസ മുടക്കേണ്ടിയും വരുന്നില്ല. കാരണം ആസ് എൻ ഓപ്പൺ സോഴ്സ്, ആസ് എ കമ്മ്യൂണിറ്റി, ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ERP നെക്സ്റ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ്സും അപ്ഗ്രേഡ്സും കിട്ടുന്നുണ്ട്. ഇതുകൂടാതെ മാനുഫാക്ചറിങ് മൊഡ്യൂൾ ഉണ്ട്, പ്രൊജക്ട്സ് മൊഡ്യൂൾ ഉണ്ട്, സപ്പോർട്ട് മൊഡ്യൂൾ ഉണ്ട്. ഇതൊക്കെ തന്നെ ERP നെക്സ്റ്റിലുള്ള ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ്. ഇനി ഞാനൊന്ന് ERP നെക്സ്റ്റിൽ ലോഗിൻ ചെയ്ത് ഒന്ന് മൊത്തത്തിൽ ERP നെക്സ്റ്റ് എന്താണ്, ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഇതാണ് ERP നെക്സ്റ്റ് സോഫ്റ്റ്വെയർ വരുന്നത്. ഇത് ഞങ്ങളിപ്പോൾ ഒരു ഫ്രാപ്പെ ക്ലൗഡ് എന്നുള്ള ഒരു ക്ലൗഡിൽ, അത് ERP നെക്സ്റ്റിന്റെ തന്നെ ക്ലൗഡ് സെർവർ ആണ്. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാം. AWS അല്ലെങ്കിൽ അസൂറില്, ഡിജിറ്റൽ ഓഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഇതിപ്പോ ERP നെക്സ്റ്റിന്റെ ഫ്രാപ്പയുടെ തന്നെ ഫ്രാപ്പെ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഞങ്ങൾ ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്രോമോ അല്ലെങ്കിൽ ഏതൊരു മോസിലെ ഏതൊരു ബ്രൗസർ വെച്ചിട്ടും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ ഐസ്റ്റോറിൽ, പ്ലേ സ്റ്റോറിലും ഐസ്റ്റോറിലും ഇതിന്റെ ആപ്പ് ലഭ്യമാണ്. ഫ്രാപ്പെ മൊബൈൽ ആപ്പ് ലഭ്യമാണ്. ഇതിപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ എന്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ചെയ്യാം. ഞാനിപ്പോ ഇതൊരു അഡ്മിൻ ആയിട്ടാണ് ഇതിൽ ലോഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ എല്ലാ മോഡ്യൂൾസും എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. ERP നെക്സ്റ്റിൽ ഇമെയിൽ ഇന്റഗ്രേഷൻസും എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സൗമ്യ@വാഹിനി എന്നുള്ളതാണ് എന്റെ ഇമെയിൽ വരുന്നത്. ഞാനിപ്പോ ഒരു കൊട്ടേഷൻ, സെയിൽസ് ഇൻവോയ്സ് ഒക്കെ അയക്കുകയാണെങ്കിൽ എനിക്ക് സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് അയക്കാൻ സാധിക്കും. ഞാനത് ഡൗൺലോഡ് ചെയ്യുക, PDF ആക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എന്റെ മെയിലും തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം പോകുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനമായുള്ള നേരത്തെ പറഞ്ഞ മോഡ്യൂൾസ് വരുന്നത്. ഇതിലൊക്കെ കോർ മോഡ്യൂൾസ് ആണ്, അതായത് അക്കൗണ്ട്സ്, CRM, പർച്ചേസ്, HR, ഇങ്ങനെയുള്ളത് വരുന്നത്. ERP നെക്സ്റ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, മാനുഫാക്ചറിങ്, ഇങ്ങനെയുള്ള ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള മോഡ്യൂൾസ് ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതല്ലാതെ വേറൊരു തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാലും നമുക്ക് ERP നെക്സ്റ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഓട്ടോ ബാക്കപ്പും കാര്യങ്ങളൊക്കെ സ്കെഡ്യൂൾ ചെയ്യാം. അതിപ്പോ ഞാൻ എന്റെ ഗൂഗിൾ ഡ്രൈവുമായി സ്കെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ നൈറ്റ് ഫോർട്ട്നൈറ്റില് അതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ബാക്കപ്പ് എടുക്കുകയും അപ്പൊ നമുക്ക് ഡാറ്റ ലോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായി അതിനെ പ്രതിരോധിക്കാൻ കഴിയും. നമ്മുടെ മെയിൻ മോഡ്യൂൾസിന്റെ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ കമ്പനികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ നിങ്ങൾക്ക് പല കൺട്രികളിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. ഓരോ കമ്പനിക്കും അവരുടേതായ കറൻസിയും ചാർട്ട് ഓഫ് അക്കൗണ്ട്സും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചുള്ള കമ്പനി ആണെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചുള്ള രീതിയിലും, അതിപ്പോ നമ്മളിപ്പോ ഒരു കോസ്റ്റ് സെന്റർ വൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഓരോ മൾട്ടിപ്പിൾ ബ്രാഞ്ചും കാര്യങ്ങളും എല്ലാം തന്നെ ERP നെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഈ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതിൽ ഒരുപാട് മോഡ്യൂൾസും കാര്യങ്ങളും കാണുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഓരോ യൂസറുടെയും ആവശ്യത്തിനനുസരിച്ച്, ഓരോ യൂസർക്കും എന്താണ് അവർ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ മോഡ്യൂളാണ് അവർക്ക് വേണ്ടത്, ആ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോഗിൻ ഞാൻ ചെയ്തു കഴിയുമ്പോൾ ഇതൊരു സെയിൽസിലുള്ള യൂസർ ആണ്. അപ്പൊ അവർക്ക് ഇതിപ്പോ ERP നെക്സ്റ്റിന്റെ പോസ്റ്റ് മോഡ്യൂൾ ആണ്. അതിന്റെ ഒരു ഡെമോ ഇതാണ്. കംപ്ലീറ്റ് ഉള്ള പോസ്റ്റ് മോഡ്യൂൾ കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ ഇതിൽ കാണാം ഈ ഒരു യൂസർക്ക് ഇത്രയും മോഡ്യൂൾസിലേക്കാണ് നമ്മൾ
ആക്സസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ യൂസർക്കും അല്ലെങ്കിൽ ഓരോ ഇത് ചെയ്യുന്നവർക്കും ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും അവരുടെ റോൾസിനും അവരുടെ ആക്സസ് റൈറ്റ്സിനും അനുസരിച്ച് കൊടുക്കാൻ നമുക്ക് ആക്സസ് കൊടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ ചില നമുക്ക് അപ്രൂവൽ വർക്ക് ഫ്ലോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയിൽ ഏതൊരു കൊട്ടേഷൻ ഉണ്ടാക്കിയാലും കൊട്ടേഷൻ ഒരു അപ്രൂവൽ ലെവൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു അപ്രൂവൽ എന്ന് പറയുന്നത് റാഗിൻ വഴിയാണ് പോകുന്നത്. അപ്പൊ റാഗിൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ സെയിൽസിലുള്ളവർക്ക് അത് അയക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അപ്രൂവൽസും കാര്യങ്ങളും. അപ്പൊ ഒരാൾ ഒരു കൊട്ടേഷൻ ഉണ്ടാക്കി അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റെഗിന് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇങ്ങനൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ റെഗിന് ഈസി ആയിട്ട് അതിൽ നിന്ന് അപ്രൂവൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ സെയിൽസിന്റെ ഉള്ളവർക്ക് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും, അവർക്ക് കസ്റ്റമർക്ക് ഡയറക്റ്റ് ആയിട്ട് അയക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ. പിന്നെ വരുന്ന നമ്മളെ CRM മൊഡ്യൂളാണ്. CRM മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ലീഡ് ഉണ്ടാക്കാം. ആ ലീഡിന് ഇപ്പോ സെയിൽസിലുള്ളവർക്ക് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ് അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത് മിസ്സായി പോകുന്നത്. അത് നമുക്ക് കൃത്യമായി ഒരു ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഡിസംബർ 1 എന്നുള്ളൊരു ഡേറ്റ്, അല്ലെങ്കിൽ ഡിസംബർ ഞാനിപ്പോ ഇനിയിപ്പോ ഒരു ഡേറ്റ് മാറ്റി ഞാനിപ്പോ 20 എന്നുള്ളൊരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ 20-ാം തീയതി മോർണിംഗ് ഈ ഒരു ഷാജു എന്നുള്ള യൂസർക്ക് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും, ഈ ഒരു കസ്റ്റമറെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഫോളോ അപ്സും കാര്യങ്ങളൊന്നും മിസ്സാവില്ല. ഇപ്പൊ ഒരു ലീഡ് ഉണ്ടാക്കി എല്ലാ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് ഞാനിപ്പോ ഒരു ലീഡിൽ നിന്ന് കൊട്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ലീഡിൽ തന്നെ നോക്കിയാൽ തന്നെ അതിന്റെ കണക്ഷൻസിൽ അതിന്റെ കൊട്ടേഷനും അതിന്റെ ഡീറ്റെയിൽസ് കാണാം. അത് ഓർഡേർഡ് ആണോ ഓപ്പൺ ആണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസും എല്ലാം കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഒരുപാട് കൊട്ടേഷൻസ് കാണാം. ഇതിൽ ചിലത് ഓപ്പൺ ആണ്, ചിലത് ഓർഡേർഡ് ആണ്, ചിലത് എക്സ്പയർഡ് ആണ്. ഇത് കൂടാതെ ഓരോ ഡോക്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഓഡിറ്റ് ട്രയൽ കൃത്യമായി ഉണ്ട്. ആരാണ് ഇത് ഉണ്ടാക്കിയത്, എപ്പോഴാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ എന്ത് ചേഞ്ചസ് ആണ് ഇതിൽ വരുത്തിയത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ ഇതിൽ ലഭ്യമാണ്. പ്രധാനമായുള്ള റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു CRM മൊഡ്യൂളിലാണെങ്കിൽ നമുക്കൊരു ലീഡ് ഓണർ എഫിഷ്യൻസി എന്നുള്ള റിപ്പോർട്ട് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെയിൽസിലുള്ളവരും എത്ര ലീഡ് ഉണ്ടാക്കി, എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി, അതിൽ നിന്ന് എത്ര കൊട്ടേഷൻ അവർ അയച്ചു, ആ കൊട്ടേഷനുകൾ അയച്ചതിൽ നിന്ന് എത്ര ഓർഡർ അവർ കൺവേർട്ട് ചെയ്തു, അതിന്റെ ഒരു പെർസെൻറ്റേജും എമൗണ്ട് വൈസ് അവരുടെ ഒരു കൺവേർഷൻ റേഷ്യോ ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സെയിൽസിലുള്ളവരുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് കൃത്യമായി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇത് കൂടാതെ നമുക്കിപ്പോ ഒരു കൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ലോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോസ്റ്റ് ആയി, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതുകൂടാതെ ഒരു സെല്ലിംഗ്, ഞാനിപ്പോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സമയപരിമിതി ഉള്ളത് കൊണ്ട്. ഇപ്പൊ ഒരു സെയിൽസിന്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു സെയിൽസ് ഓർഡർ അനാലിസിസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന ഓർഡറുകളുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് എത്ര ഓർഡർ നമുക്ക് വന്നു, അതിൽ നമ്മൾ എത്ര ഡെലിവറി ചെയ്തു, എത്ര ഡെലിവറി ചെയ്യാനുണ്ട്, ഇതിനൊക്കെ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻസും കൊടുക്കാൻ സാധിക്കും. അതായത് ഇപ്പൊ ഇന്നിപ്പോ 11 ഇപ്പൊ 15-ാം തീയതിക്ക് മുമ്പ് ഡെലിവറി ചെയ്യേണ്ട മെറ്റീരിയൽ ആണെങ്കിൽ അത് അതിന് മുമ്പായിട്ട് അതിന്റെ കൺസേൺ ഇപ്പൊ ഡെലിവറി പെൻഡിങ് ഉണ്ടെങ്കിൽ, അത് ഇപ്പൊ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം എസ്കലേറ്റ് ചെയ്യണോ അത്രയും നമുക്ക് നോട്ടിഫിക്കേഷൻസും അതിന്റെ ഒരു വാർണിംഗും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് സെയിൽസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോ കസ്റ്റമർ വൈസ്, വാല്യൂ വൈസ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാം. ഇപ്പൊ എനിക്ക് ഈ ഒരു ക്വാർട്ടർലി നമുക്ക് പോയിട്ടുള്ള ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ്, സ്ലോ മൂവിങ് ഐറ്റംസ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിപ്പോ ഇതിന്റെ ഒരു മാറ്റിക്കഴിഞ്ഞാൽ ഞാനിപ്പോ ഇതൊരു മന്ത്ലി എന്നുള്ള മാറ്റിയിട്ട് ക്വാർട്ടർലി ആക്കുകയാണ്. അപ്പൊ ഇതിലിപ്പോ ഈ ക്വാർട്ടറിൽ എനിക്ക് ഏറ്റവും പോയിട്ടുള്ള ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. ഇതൊക്കെ നമ്മുടെ അതായത് ഈസി ആയിട്ട് തന്നെ ഇപ്പൊ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെയിൽസിലുള്ളവരെ വിളിക്കാതെ അല്ലെങ്കിൽ അക്കൗണ്ട്സിലുള്ളവരെ വിളിക്കാതെ തന്നെ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അറ്റ് എ ഗ്ലാൻസ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വേറൊന്നെന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡാഷ്ബോർഡ് ആണ്. ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് ERP നെക്സ്റ്റ് വേർഷൻ 13 ആണ്. ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത് ERP നെക്സ്റ്റ് വേർഷൻ 6 or 7 ആണ്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ഇപ്പൊ ഇതിൽ തന്നെ ആ ഒരു വേർഷൻ 13-ൽ തന്നെ അപ്ഡേറ്റ്സും അപ്ഗ്രേഡ്സും വരുമ്പോൾ 13.20 ആണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. ERP നെക്സ്റ്റ് വേർഷൻ 14-ന് വേണ്ടിയുള്ള ഡിസ്കഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു കസ്റ്റമർ ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ അയാൾ എടുത്ത സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ആയിരിക്കില്ല. ഇപ്പൊ ഒരു 5-6 വർഷം കഴിയുമ്പോഴേക്ക് സോഫ്റ്റ്വെയർ ആ കാലത്തിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിപ്പോ ഒരു അക്കൗണ്ടിങ് ഡാഷ്ബോർഡ് ആണ്. ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമറുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാനും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ കൊടുക്കാനും സാധിക്കും. അതിപ്പോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആവാം, യൂസർ വൈസ് ആവാം,
ആ രീതിയിലെല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ വരുമ്പോഴേക്ക് നമുക്കൊരു ബിൽ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവും. ആ ബിൽ ഓഫ് മെറ്റീരിയൽസിൽ നമുക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ്, അതിന്റെ അതിന്റെ ഓപ്പറേഷൻ കോസ്റ്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കോൺക്രീറ്റ് മിക്സ് എന്നുള്ളത് ഒരു ബിൽ ഓഫ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഞാനൊരു ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിനൊരു വർക്ക് സ്റ്റേഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ ഒരു വർക്ക് സ്റ്റേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ അഥവാ മെഷീൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കതിന് ഓരോന്നിനും എത്ര ടൈം അല്ലെങ്കിൽ അതിന് വേണ്ട ഇപ്പൊ അതിനൊരു ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഉണ്ടാവാം, റെന്റ് കോസ്റ്റ് ഉണ്ടാവാം. ഇതൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമ്മളൊരു ടൈം കൊടുക്കുമ്പോൾ അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഇത് നമ്മളുടെ ഒരു എക്സ്പെക്റ്റഡ് കോസ്റ്റ് ആണ്. ഇത് നമ്മൾ എക്സ്പെക്റ്റഡ് മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇത്രയാണ് നമ്മളുടെ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ വരുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമ്മളൊരു വർക്ക് ഓർഡറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ഓർഡർ ചെയ്ത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സിലുള്ളപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റും കാണാം, ആക്ച്വലും കാണാം. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ബിൽ ഓഫ് മെറ്റീരിയലിൽ പ്ലാന്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മേ ബി മെറ്റീരിയൽ അത് മിസ്സാവാം, അല്ലെങ്കിൽ ഓപ്പറേഷൻസിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിലേ വന്നു കഴിയുമ്പോൾ കമ്പനിയുടെ കോസ്റ്റും അതിനനുസരിച്ച് കൂടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വന്ന് ഇപ്പൊ ഇതിന്റെ ഒരു സ്റ്റോക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മാനുഫാക്ചറിങ് സ്റ്റോക്ക് എൻട്രി എടുക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി നമ്മളുടെ കോസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ഒരു മാനുഫാക്ചറിങ് ഇത് എടുക്കുകയാണെങ്കിൽ ഇതിലൊരു 2 കോസ്റ്റ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റോ മെറ്റീരിയൽ കോസ്റ്റ് ആണ്, 2 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റ് ആണ്. നമ്മുടെ ഫിനിഷ് ഗുഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു 2 വാല്യൂവിന്റെയും ആഡ് അല്ലെങ്കിൽ സം ആണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് കൃത്യമായും നെറ്റ് പ്രോഫിറ്റ് മുതലായ കാര്യങ്ങൾ ഒരു ERP നെക്സ്റ്റ് പോലുള്ള ഒരു സോഫ്റ്റ്വെയറുകൾ വഴി അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കൂടാതെ ഇപ്പൊ ഒരു പർച്ചേസ് വരികയാണെങ്കിൽ അതിന്റെ ലാൻഡഡ് കോസ്റ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതുപോലെ ഒരു പ്രൊജക്ട് കമ്പനി ആണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ERP നെക്സ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്നത്, ഞങ്ങളുടെ ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ടിനൊക്കെ. അപ്പൊ അവിടെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രൊജക്ടിന്റെ ടാസ്കും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെങ്കിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പൊ കൻബാൻ ബോർഡ് എന്നുള്ള വ്യൂ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് പ്രൊജക്ട് വൈസ് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള എത്ര ടാസ്കുകൾ ഉണ്ട്, വർക്കിംഗ് എത്രയുണ്ട്, ഓവർ ഡ്യൂ എത്രയുണ്ട്, കംപ്ലീറ്റഡ് ആയി എത്രയാണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ ഒരു ഗാൻ ചാർട്ട്, ഇത് നമ്മുടെ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിട്ട്, അതായത് ഇതിപ്പോൾ ഓരോ ഇതിന്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചിലത് 10% ആണ്, ചിലത് 100% ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ഇന്ത്യൻ ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ GST റിപ്പോർട്ട്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇതൊരു GSTR1 റിപ്പോർട്ടും കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഇത് ഈസി ആയിട്ട് തന്നെ ഇതിപ്പോ ഇതിപ്പോ ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഒരു ഫോർമാറ്റ് ആണ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്കൊരു JSON ഫയലായിട്ടൊക്കെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ERP നെക്സ്റ്റ് വഴി സാധിക്കും. ഇതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള GST റിപ്പോർട്ട്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ബഡ്ജറ്റിംഗ് ചെയ്യാനുള്ള റിപ്പോർട്ട് ഉണ്ട്, ബഡ്ജറ്റിംഗ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ GP റിപ്പോർട്ട്സുകളാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു ഇൻവോയ്സ് വൈസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് അറിയണമെങ്കിൽ, അതായത് ഇപ്പൊ ഇതില് അതിന്റെ ഒരു എമൗണ്ട് കാണാം, അതായത് ആവറേജ് സെല്ലിംഗ് എമൗണ്ട്, വാല്യുവേഷൻ റേറ്റ്. ഈ ഇൻവോയ്സിന്റെ സെല്ലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് 16,000 ആണ്. നമ്മളുടെ പർച്ചേസ് ചെയ്ത എമൗണ്ട് 6,100 ആണ്. പ്രോഫിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 9900. ഇത് പെർസെന്റേജ്. ഇത് ഇൻവോയ്സ് വൈസ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഐറ്റം കോഡ് വൈസ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയ ഐറ്റംസ് അറിയണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതേപോലെ ഐറ്റം ഗ്രൂപ്പ് വൈസ്, ബ്രാൻഡ് വൈസ്, ഇപ്പൊ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആണെങ്കിൽ ഡീലർ വൈസ്, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള റിപ്പോർട്ട് എടുക്കാൻ സാധിക്കും. ഇത് കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും തന്നെ ERP നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 40 minutes ആയി, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇപ്പൊ HR നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് HR എല്ലാ രീതിയിലുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതുകൂടെ കാണിച്ചു ഞാൻ നിർത്താം. ഇപ്പൊ ഒരു സാലറി സ്ലിപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ ഇതില് നമുക്ക് വേണ്ടി വരുന്നത് നമുക്ക്
ഇപ്പൊ ഒരു സാലറി സ്ലിപ്പിന്റെ ഫോർമാറ്റുകളാണ്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഫോർമാറ്റിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയും. ആ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിപ്പോ അതിലെ ഒരു സാലറി സ്ലിപ്പിന്റെ ഏർണിങ്സ്, പിന്നെ ഇവിടെയുള്ള ഡിഡക്ഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഇതൊക്കെ എന്താണ് ഈ എംപ്ലോയിക്ക് SMS ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ PF റിപ്പോർട്ട്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത്രയൊക്കെയാണ് പ്രധാനമായും എനിക്ക്, അതായത് ഒരു സമയപരിധി കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇത്രയൊക്കെയാണ് പ്രധാനമായും ERP സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിലേക്ക് കിടക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി. അസറ്റ് മോഡ്യൂളിനെ പറ്റിയിട്ട് ഒരു കസ്റ്റമർക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. അസറ്റ് മോഡ്യൂളില് നമുക്ക് മെയിൻ ആയിട്ട് അസറ്റ് കാറ്റഗറി ഡിഫൈൻ ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഓരോ നമ്മളുടെ ഇപ്പൊ ഒരു ഇലക്ട്രോണിക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോ മെഷീൻസ് ഉണ്ടാവാം. അപ്പൊ ഓരോ കാറ്റഗറിക്കും നമുക്ക് അതിന്റെ ഡിപ്രീഷിയേഷൻ മെത്തേഡും അതിന്റെ ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട്, അക്യുമുലേറ്റഡ് ഡിപ്രീഷിയേഷൻ അക്കൗണ്ട്, ഡിപ്രീഷിയേഷൻ എക്സ്പെൻസ് അക്കൗണ്ട്, അതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഫ്രീക്വൻസി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് നമ്മളൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിപ്പോൾ എക്സിസ്റ്റിംഗ് അസറ്റ് ആവാം അല്ലെങ്കിൽ പുതിയ അസറ്റ് ആവാം. അപ്പൊ ഇതിപ്പോ ഒരു എക്സിസ്റ്റിംഗ് അസറ്റ് നോക്കുകയാണെങ്കിൽ ആ അസറ്റിന്റെ ഇപ്പൊ ഞാനിപ്പോ ഒരു സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അതായത് എന്റെ ഒരു ഗ്രോസ് പർച്ചേസ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ എക്സിസ്റ്റിംഗ് അസറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു സ്കെഡ്യൂൾ വെച്ചിട്ട് ഇവിടെ കാണാം ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഒരു ഡെപ്രിഷിയേഷൻ എൻട്രി നടന്നിട്ടുണ്ട്. അപ്പോ ഇതെന്താണ് ഡെപ്രിഷിയേഷൻ, ഇനി അടുത്ത ഡെപ്രിഷിയേഷൻ എന്ന് പറയുന്നത് 30th ഡിസംബറിനാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നതാണ്. ഇത് കൂടാതെ അസറ്റിന്റെ മെയിൻ്റനൻസ്, അസറ്റ് മൂവ്മെന്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ERP നെക്സ്റ്റ് വഴി ചെയ്യാൻ സാധിക്കും. അതിനുള്ള എല്ലാ ഓപ്ഷനും ഇവിടെയുണ്ട്. ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ അസറ്റിന്റെ ട്രാൻസ്ഫർ, സ്ക്രാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലാതെ ഒരു പീരിയോഡിക്കൽ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വേണ്ടതാണെങ്കിൽ നമുക്ക് അസറ്റിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ സ്കെഡ്യൂൾ ചെയ്യാം. അതിനനുസരിച്ച് അതിന്റെ ടീമിനും കാര്യങ്ങൾക്കൊക്കെ റിപ്പോർട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകും. അതിന്റെ ലോഗും എന്താണ്, ഇപ്പൊ അവർ ഓരോ പ്രാവശ്യവും ചെയ്ത അസറ്റിന്റെ എന്താണ് അതിന്റെ മെയിൻ്റനൻസിന്റെ ഡീറ്റെയിൽസ്, അവർക്ക് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ ചിലപ്പോ അതായത് ഇപ്പോ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും, അല്ലെങ്കിൽ റെഗുലർ മെയിൻ്റനൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇതിൽ ഡിഫൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും അസറ്റിനെ കുറിച്ച് കൂടുതൽ? ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ആർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് ERP നെക്സ്റ്റിനെ പറ്റി, അത് ERP സോഫ്റ്റ്വെയർസിനെ പറ്റി എന്തെങ്കിലും ഇവിടുത്തെ അക്കൗണ്ട്സ് ഉള്ളവർക്ക് എന്തെങ്കിലും പ്രത്യേക ഡൗട്ട്സ് ഉണ്ടാവും? മേ ബി GST റിപ്പോർട്ട്സോ, മേ ബി എങ്ങനെയാണത് ഫയൽ ചെയ്യുന്നത്, ഹൗ ഇറ്റ് ഷോസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കാരണം ഹലോ, സർവീസ് റിലേറ്റഡ് മോഡ്യൂൾ ഉണ്ടോ എന്ന് പറഞ്ഞാല് a machinery manufacturer supplying machinery to customer. അപ്പോൾ അതിന്റെ മെഷീൻ ഹിസ്റ്ററി, കസ്റ്റമറുടെ asset has already gone to the customer, sold to the customer. അപ്പോൾ അതിന്റെ ആ മെഷീനറിന്റെ ഡാറ്റാബേസ്, അതിന്റെ അതായത് ഇപ്പൊ ഒരു നമ്മളിപ്പോ പ്രത്യേകിച്ച് മെഷീൻ എന്ന് പറയുമ്പോൾ മിക്കതിനും ഒരു സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഞാൻ ജസ്റ്റ് ഒരു സീരിയൽ നമ്പർ ഇതിപ്പോ ഈ ഒരു ഇതിന്റെ വാറന്റി ഞാൻ കൊടുത്തിട്ടില്ല, എന്നാലും ഞാനിപ്പോ ഇതൊരു നമുക്ക് സപ്പോർട്ട് എന്നുള്ളൊരു മോഡ്യൂൾ ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കൂടാതെ ഒരു വാറന്റി ക്ലെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ആഡ് വാറന്റി ക്ലെയിം കൊടുത്തിട്ട് ആ സീരിയൽ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഏതാണ് കസ്റ്റമർ, ഇതിപ്പോ വാറന്റി അണ്ടർ ആണോ, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെ ഇതിൽ കിട്ടുന്നതാണ്. ഇതിൽ എന്തെങ്കിലും ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ റേസ് ചെയ്യാനും അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഓക്കെ. ഇതിന്റെ കോസ്റ്റിംഗ് എങ്ങനെയാ വരുന്നത് ഫോർ എ കമ്പനി? ERP നെക്സ്റ്റിന്റെ കോസ്റ്റ് വരുന്നത്, അതിപ്പോ ഞാനിപ്പോ ഇതിന്റെ ഒരു എന്താണ് സ്ലൈഡ് വഴി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ ERP നെക്സ്റ്റിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഫേസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 7-8 ഫേസ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇതിന്റെ ഒരു ഓർഗനൈസേഷന്റെ അത് കറക്റ്റ് ആയിട്ട് പ്രോസസ് മാപ്പ് ചെയ്യും. അതിനുശേഷം നമ്മളൊരു സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കും. ഇതിനുശേഷം ഇംപ്ലിമെന്റേഷൻ, ട്രെയിനിങ്, കസ്റ്റമൈസേഷൻ. അപ്പൊ ഇത് നമ്മൾ ശരിക്കും, അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ
ഒരു ഫിക്സ്ഡ് എമൗണ്ടിലല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ എഫേർട്ട് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 യൂസർക്കുള്ള അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് കമ്പനിക്ക് വേണ്ട ഒരു എഫേർട്ട് ആയിരിക്കില്ല ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക്, അല്ലെങ്കിൽ ഒരു മൾട്ടി ബ്രാഞ്ച്. അത് അതിനനുസരിച്ചാണ് മാറുന്നത്. എന്നാലും മാർക്കറ്റിൽ അല്ലെങ്കിൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിങ് ഇതിലാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകളൊക്കെ തന്നെ വരുന്നത്. കാരണം ഇതില് ലൈസൻസ് ഫീ എന്നുള്ളൊരു ഘടകമില്ല. കാരണം ഒരുവിധം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിനൊക്കെ ഒരു ഇയർലി ലൈസൻസ് ഫീ ഒക്കെ ഉണ്ട്. പിന്നെ ചില സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ റിക്കറിംഗ് കോസ്റ്റ് ആണ് അവർ ചെയ്യുന്നത്. അപ്പോ ആ ഒരു കോസ്റ്റ് ഇവിടെ ഇല്ല. സൗമ്യ, ഒരു ഡൗട്ട് കൂടി ഉണ്ട്. ഞാൻ കണ്ടു, ചാറ്റിൽ കണ്ടു, സമ്മൽ സാർ ചോദിച്ചാണ്. ഇപ്പൊ സാധാരണ ഒരു എക്സിബിഷന് പ്രൊഡക്റ്റ് പോയി അവിടെ സെയിൽ ആവാതെ തിരികെ വരുന്നവയുണ്ടാകും, അവയുടെ എൻട്രി എങ്ങനെ രേഖപ്പെടുത്തും? എക്സിബിഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ശരിക്ക് ഒരു ഡെലിവറി അല്ലെങ്കിൽ നമ്മളെ സ്റ്റോക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ടെമ്പററി വെയർഹൗസസ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ERP നെക്സ്റ്റിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടെമ്പററി വെയർഹൗസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്താലും മതി. അതിനുശേഷം അവിടുന്ന് സെല്ല് ചെയ്യുമ്പോഴൊക്കെ, ആ എക്സിബിഷനിൽ സെല്ല് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു വെയർഹൗസിൽ നിന്ന് സെല്ല് ചെയ്യുന്നതായി കാണിക്കാം. എക്സിബിഷൻ കഴിഞ്ഞ ശേഷം സെയിൽ ആവാത്ത പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ മെറ്റീരിയൽ റിട്ടേൺ അടിച്ചിട്ട് മെറ്റീരിയൽ ട്രാൻസ്ഫർ കൊടുത്തിട്ട് നമ്മുടെ സ്റ്റോക്കിലേക്ക് തന്നെ തിരിച്ചറിയുന്ന രീതിയിൽ ചെയ്യാൻ കഴിയും. അപ്പൊ അതൊരിക്കലും നമ്മളെ എക്സ്പെൻസിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മുടെ ഒരു സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു വെയർഹൗസിൽ നിന്ന് വേറൊരു വെയർഹൗസിലേക്ക് പോയി അവിടുന്ന് തിരിച്ചു വരുന്നതിലേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സൗമ്യ, നമ്മുടെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. നമ്മള് ഗൂഗിൾ ബാക്കപ്പ് എടുക്കാന്നൊക്കെ പറഞ്ഞല്ലേ? അതെ. അങ്ങനെ ആർക്കും സ്വന്തം ഗൂഗിൾ ഡ്രൈവിലേക്ക് മാറ്റാമെങ്കിൽ അത് സെക്യൂരിറ്റി ഇഷ്യൂ അല്ലേ എന്നൊരു സംശയം ചോദിച്ചിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ ഇവിടെ ഗൂഗിൾ ഡ്രൈവ് കൊടുക്കുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോ ആ ഒരു ഇമെയിലും അവരുടെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസും പാസ്വേഡും എല്ലാം വെച്ചിട്ട് മാത്രമേ ഓതറൈസേഷൻ കൊടുത്താൽ മാത്രമേ ആ ഒരു ആക്സസ് നടക്കുകയുള്ളൂ. അതൊരു ഈവൺ അതിലെനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ജിമെയിലിന്റെ എല്ലാം കുറച്ച് സെറ്റിംഗ്സ് ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു കീയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്കപ്പ് ആക്ച്വലി സിസ്റ്റം അഡ്മിൻ സൈഡ് ചെയ്യുന്ന സാധനങ്ങളല്ലേ? അപ്പൊ സിസ്റ്റം അഡ്മിൻ ആക്സസ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലേ? ഇല്ല. ആരാണ് ഇതില് കോൺടാക്ട് പേഴ്സൺ ഫോർ ഡിസ്കസിംഗ് വൺ ടു വൺ? അതിന് രാഗിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. രാഗിന്റെ നമ്പറും ഡീറ്റെയിൽസും ഒന്ന്. ഓ, തീർച്ചയായും. സർ, ഇത് പ്രദീപ് സർ അല്ലേ കണ്ണൂർ? അതെ 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 അതെ. ഞാൻ മെസ്സേജ് ചെയ്യാം എന്തായാലും. ഞാൻ നമ്പർ ഇടാം സാർ. ഓക്കെ. പിന്നെ another one more question is that how it better than Odoo? One of our friends asked Soumya. ഒഡു എന്ന് പറയുന്നതും ഓപ്പൺ സോഴ്സിലാണ്. പക്ഷെ ഒഡു എന്ന് പറയുന്നത് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണ്. കാരണം ഒഡുവിന് 2 വേർഷൻ വരുന്നുണ്ട്. ഒന്ന് എന്റർപ്രൈസ് വേർഷനും ഉണ്ട്, കമ്മ്യൂണിറ്റി വേർഷനും ഉണ്ട്. ഇപ്പോ റീസെന്റ് ഞങ്ങളൊരു ഒരു കസ്റ്റമർ ഒഡു വേണമെന്ന് പറഞ്ഞതിന് മുന്നോട്ട് വന്ന് ഞങ്ങളൊരു ഒഡു ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒഡുവിന്റെ ഒരു പോസില് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫീച്ചർ പോലും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവർ ERP നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഫുൾ ആയി. അവർക്ക് ഓപ്പൺ സോഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ബാച്ച് എൻട്രി, അതായത് ഒരു പോസ്റ്റിൽ നമുക്ക് ഒരു ബാച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് അങ്ങനെയുള്ള പല ഫീച്ചേഴ്സും അവര് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് ഒഡുവിന്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം നമ്മളൊരു അതിന്റെ എന്റർപ്രൈസ് അല്ലെങ്കിൽ അതിന്റെ ഒരു പെയ്ഡ് വെർഷനിലേക്ക് പോവേണ്ടി വരും. രണ്ടാമതെന്നുള്ളത് ഒരു യൂസർ ഫ്രണ്ട്ലി എന്നുള്ള ഒരു പോയിന്റിലാണ്. ERP നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതൊരാൾക്കാർക്കും ഏറ്റവും വളരെ ഒരു ചെറിയ ട്രെയിനിങ്ങിൽ കൂടെ തന്നെ ഈസിയായി ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ കുറച്ചുകൂടെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ആൾക്കാർക്കാണ് അത് ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമായിട്ട് വരുന്നത്. പ്രൊഡക്റ്റ് വൈസ് രണ്ടും ഏകദേശം ഒരുപാട് ഫീച്ചേഴ്സ് സിമിലർ അല്ലെങ്കിൽ ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചുമായി അതിന്റെ ഒരു ലൈസൻസിങ്ങിൽ തന്നെയാണ് അതിന്റെ ഒരു വ്യത്യാസം വരുന്നത്. ഒഡുവിന്റെ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറയാം. ഒഡുവിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ERP നെക്സ്റ്റിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് ഇത്രയും മോഡ്യൂൾസേ വരുന്നുള്ളൂ. ഒഡുവിൽ പക്ഷെ ഒരുപാട് ആപ്പ് അവൈലബിൾ ആണ് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പൊ ഒരു റിയൽ എസ്റ്റേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ERP നെക്സ്റ്റ് ഒരു ബീറ്റ വെർഷനിലാണ് ഉള്ളത്. പക്ഷെ അവിടെ ഒരു മെച്ചുവർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അത് തന്നെയാണ് എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്. അതെ. വേറെ ആർക്കെങ്കിലും കാണണമെന്നോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച്? പ്രദീപ് സാറിന് നമ്പർ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഇതില്. Is there any large scale experience example in education domain? As a എന്താണ് ERP നെക്സ്റ്റ് ഒരുപാട് എന്താണ് യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ഫ്രാപ്പെ എന്നുള്ള കമ്പനി തന്നെ എനിക്ക് തോന്നുന്നു IIT മുംബൈ അവിടെയൊക്കെ ERP നെക്സ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒരു ഹൈദരാബാദിലൊരു ആയുർവേദ കോളേജ് അവരവിടെ യൂണിവേഴ്സിറ്റിയിൽ കംപ്ലീറ്റ് ആയിട്ട് ERP നെക്സ്റ്റിലാണ് ഇപ്പോഴത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞങ്ങൾക്ക് അതിന്റെ ഒരു പാർഷ്യൽ അവിടെ IT ടീം വെച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. പക്ഷെ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. എഡ്യൂക്കേഷനും ഇപ്പോഴാണ് റീസെന്റ് എനിക്ക് തോന്നുന്നു 1 year ആയിട്ടുള്ളൂ എഡ്യൂക്കേഷൻ ഇങ്ങനെ ഒരു ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ആ മോഡ്യൂൾ അത്രമാത്രം ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ ഒരു LMSഉം കാര്യങ്ങളും അതിന്റെ ഒരു ഇന്റഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ആസ് എ കമ്പനി വാഹിനി അതിലെ ഞങ്ങൾ ഒരു ഇന്റഗ്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഓൺലൈൻ ക്ലാസ് റൂംസിന് വേണ്ടിയിട്ട് ഇപ്പൊ ജിറ്റ്സി അല്ലെങ്കിൽ ബിഗ് ബ്ലൂ ബട്ടൺ പോലെയുള്ള ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോംസ് അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഡിസ്കഷൻസോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുകൂടെ ഇത് പറയാം. അതായത് ഇതിൽ മീറ്റിൽ വന്നിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഒരു ഡെമോയോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഒരു രാഗിനോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു യൂസർ നെയിം പാസ്വേഡ് ഒക്കെ തരാം. സൗമ്യ, ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ. സൂപ്പർ മാർക്കറ്റിന്റെ കോണ്ടെക്സ്റ്റില് ഈ ERP നെക്സ്റ്റ് എന്തുമാത്രം വാല്യൂ ആഡ് ചെയ്യും, എന്തുമാത്രം യൂസ്ഫുൾ ആണ്? ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച ഒരു പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ് മെയിൻ ആയിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ വരുന്നത്. അതായത് അവർക്ക് ബാർകോഡ് സ്കാനിങ് അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നതാണ്. അപ്പൊ ERP നെക്സ്റ്റ് ഇതൊരു ഓസം പോസ്റ്റ് എന്ന് പറഞ്ഞുള്ള പുതിയ വേർഷനാണ്. ഇതൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എങ്ങാനും. അതായത് ERP നെക്സ്റ്റിന് ഇപ്പൊ ഒരു ഓഫ്ലൈൻ പോസ്റ്റ് അവര് ചെയ്തിട്ടില്ല. ഒരു ഇവന്റ് സ്ട്രീമിങ്ങിന്റെ ഒക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഓഫ്ലൈൻ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ERP നെക്സ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ ഒരു റെഗുലർ ആയിട്ടുള്ള ബില്ലിൽ ഒരു ERP ഒരു കണക്ഷൻ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു ഇതുള്ളത്. പക്ഷെ ഫങ്ഷണൽ വൈസ് ERPന്റെ പോസ്റ്റും അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈസി ആയിട്ട് ERP നെക്സ്റ്റ് വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേ ആള് തന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഈ അഗ്രികൾച്ചർ സെഗ്മെന്റില് ERP കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? എനിക്ക് ചോദ്യം അത്ര വ്യക്തമായിട്ടില്ല. അഗ്രികൾച്ചറിലും ഇതൊരു ഒരുപാട് മെച്ചുവർ ആയിട്ടുള്ള ഒരു മോഡ്യൂൾ അല്ല. ഞങ്ങൾ ഇതൊരു വാഹിനി ആസ് എ കമ്പനി ഞങ്ങൾ ഈ ഒരു മോഡ്യൂൾ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും അഗ്രികൾച്ചറില് ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മുടെ ഹാർവെസ്റ്റിന്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള അനലിറ്റിക്സും, അതായത് പ്ലാന്റ് അനാലിസിസ്, സോയിൽ അനാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ആഡ് ചെയ്യാനും അതിന്റെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഇപ്പൊ ഒരു കസ്റ്റമർ ബേസ് അല്ലെങ്കിൽ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഹൗ വി ക്യാൻ ഗെറ്റ് ട്രെയിനിങ് ഓൺ ERP നെക്സ്റ്റ്. വാഹിനി മെയിൻ ആയിട്ട് ചെയ്യുന്ന സർവീസുകൾ എന്ന് പറയുന്നത് ERP നെക്സ്റ്റിന്റെ അതായത് കൺസൾട്ടേഷൻ, ഇംപ്ലിമെന്റേഷൻ, കസ്റ്റമൈസേഷൻ, സപ്പോർട്ട്, ട്രെയിനിങ് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ട്രെയിനിങ് മാത്രമായിട്ട് വേണമെങ്കിൽ അത് നമുക്കൊരു അവർലി അല്ലെങ്കിൽ ഒരു പെർ സെഷൻ വൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെ മോഡ്യൂൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തു തരാൻ പറ്റുന്നതാണ്. നോർമലി ഒരു 4 hourന്റെ ഒരു സെഷനാണ് ഡെയിലി നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് ടെസ്റ്റ് ചെയ്യാനും അതിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്
പിന്നെ വീണ്ടും അവർക്ക് ഒരു ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കുന്നതാണ്. അത് ഓൺസൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ ചെയ്യാവുന്നതാണ്. രാഗിൻ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ഇതിപ്പം 1 to 1 സംസാരിക്കണം. നമ്മൾ കേട്ടില്ല. നമുക്ക് 1 to 1 ഇതിനെ പറ്റി സംസാരിക്കണമെങ്കിൽ നമ്മൾ ആരുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ? രാഗിനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ചാറ്റിൽ രാഗിൻ നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ വാട്സപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. രാഗിൻ മ്യൂട്ടാണ്. രാഗിനെ ഇപ്പൊ കേൾക്കുന്നല്ലേ? കേൾക്കും. അപ്പൊ ചാറ്റിൽ സാർ എന്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. 9535818200 എന്ന നമ്പർ. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ERP നെക്സ്റ്റോ ERP സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സംസാരിക്കുന്നതാണ്. പിന്നെ ഇത് എന്താ ഞാൻ സാർ എന്നാൽ കോൺടാക്ട് ചെയ്യാം ചെയ്യാത്ത സാറിന്. സാറിന്റെ നമ്പർ ഒന്ന് പേഴ്സണൽ അല്ല, ഞാൻ മെസ്സേജ് ചെയ്ത് ഞാൻ കോൺടാക്ട് ചെയ്യാം തിരിച്ചിട്ട്. അപ്പൊ നമുക്ക് എന്നാലും ഈ സെഷൻസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കാരണം എന്തായാലും വീക്കെൻഡ് ആണ്, എല്ലാവരും വീക്കെൻഡ് മോഡിലേക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാലോ എന്താ ഈ വെബിനാർ? ഒരു മിനിറ്റ്. ഓക്കെ. യൂട്യൂബിൽ എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ മോഡ്യൂൾ ഡീറ്റെയിൽ ആയി ഒന്ന് കാണിക്കാം. എഡ്യൂക്കേഷൻ മോഡ്യൂളില് ഇപ്പോഴേ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴ്സും അല്ലെങ്കിൽ പ്രോഗ്രാംസും കോഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനായി അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഓരോ സ്റ്റുഡന്റ് അവർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ഫീയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ അവരുടെ ആപ്ലിക്കേഷൻ, അതായത് കംപ്ലീറ്റ് അഡ്മിഷൻ മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഫീ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിനുശേഷം ഓരോ കോഴ്സിന്റെ ഫീയും കളക്ട് ചെയ്യാനും അതനുസരിച്ച് അതിലേക്ക് എൻറോൾ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ്, ലീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ മോഡ്യൂൾ എല്ലാം തന്നെ നമ്മുടെ അക്കൗണ്ട്സ് മോഡ്യൂളുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീ കളക്ഷനും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അക്കൗണ്ട്സിലേക്കും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരു കണ്ടന്റ് ആയിട്ട്, അതായത് ആർട്ടിക്കിൾസ്, വീഡിയോസ്, ക്വിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു റൂംസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അതായത് ഓരോ ക്ലാസ്സും ആ ക്ലാസ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിലേക്ക് മൾട്ടിപ്പിൾ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാനും അവരുടെ ബാക്കിയുള്ള ഇപ്പൊ ലോഗും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും ഒക്കെയാണ് ഉള്ളത്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മോഡ്യൂൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വെബിനാർ കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ വെബിനാർ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഒരു ചോദ്യം വന്നിട്ടുണ്ട്. How can we implement ERP next for a Kudumbashree unit producing and selling spices? How much will be the minimum yearly expenses for implementation and IT support? By Vahni. പേഴ്സണലായിട്ട് നമ്മളൊന്നും ചെയ്യുന്ന, അതായത് കുറച്ചുകൂടെ ഇപ്പൊ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ഇതായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എഫേർട്സും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ് ഇംപ്ലിമെന്റേഷൻ മതിയാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം നോക്കിയിട്ട് അതിന്റെ ഒരു പ്രൊപ്പോസലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ കഴിയും. സിയാദ് സാറിന് എന്തായാലും അതിനുവേണ്ടി ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും. അതിന്റെ റേറ്റ് പറയാത്തത് വേറൊന്നും കൊണ്ടല്ല, അതായത് അങ്ങനെ നമുക്ക് റേറ്റ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം നമുക്കിപ്പോ ഇപ്പൊ 5 യൂസർ ആണെങ്കിൽ ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര മോഡ്യൂൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഏകദേശം അതിന്റെ ഒരു എഫേർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആസ് മെൻഷൻ ഇതിൽ ഇയർലി ലൈസൻസ് കോസ്റ്റും ഇല്ല, മിനിമം ഇയർലി എക്സ്പെൻസസ് എന്നുള്ളത് അത് ഇതിൽ ഉണ്ടാവാറില്ല. ERP നെക്സ്റ്റ് ഇംപ്ലിമെന്റേഷൻസ് ഉണ്ടാവാറില്ല. അതാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത്.
സിയാസ് സാർ എന്തായാലും കോൺടാക്ട് ചെയ്യും എന്തായാലും. ഓക്കെ നമുക്ക് അതെ അതെ. രാഗിനെ അപ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലേ വെബിനാറിന്റെ? ആ യെസ്. ശ്രീനി സാറ് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിനെ കുറിച്ച് രാഘവൻ നമുക്കെന്നാ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ സംരംഭകർക്കും സുഹൃത്തുക്കൾക്കും പിന്നെ ഈ വെബിനാർ സംഘടിപ്പിച്ച ICFS, ശ്രീനി സർ, അഞ്ജലി എന്നിവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഈ വെബിനാർ ഡീറ്റെയിൽസ് നിങ്ങൾ എത്തിച്ചു തരാൻ സഹായിച്ച സുഹൃത്തുക്കൾ, അഭികാമ്യ കക്ഷികൾ, KSSIA സെക്രട്ടറീസ്, DIC എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്, NSIA, MSM ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ, ഈ വെബിനാറിന് വേണ്ടി ഗൈഡൻസ് തന്ന എല്ലാവർക്കും നന്ദി. ഈ വെബിനാർ സമാപിച്ചിരിക്കുന്നു അറിയിക്കുന്നു. പിന്നെ ERP നെക്സ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ രാഘവനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ ഒന്ന് സ്ലൈഡിൽ കാണിക്കുന്നത് നന്നായിരിക്കും, മെസ്സേജിന് പകരം. ഓക്കെ, ഞാൻ സ്ലൈഡിൽ ചെയ്തിട്ടുള്ള ഒരു സെക്കൻഡ്. രാഗിനെ ഒന്ന് നമ്പർ 95 35 81 8200. രാഗിന്റെ മെയിൽ ഐഡി കൂടി അടച്ചേക്കും. rakin@wahini.com. എന്തായാലും ഇത് രജിസ്റ്റർ ചെയ്തവർക്ക് എല്ലാവർക്കും ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട്.